ഓം ശാന്തി. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏതൊരു മെഷീനറിയും പ്രവർത്തിക്കുന്നത് ഒരു സ്വിച്ചിൻ്റെ ആധാരത്തിലാണ്. ആ ഒരു സ്വിച്ച് ഇടാനും അല്ലെങ്കിൽ ഓൺ ആക്കാനും ഓഫാക്കാനും നമുക്കൊരു സെക്കൻഡ് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒരു യന്ത്രത്തെ സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ പ്രവർത്തനത്തെ സ്റ്റോപ്പ് ചെയ്യുവാനും ഒരു സെക്കൻഡിൽ സ്വിച്ച് ഉപയോഗിക്കുക. അതേപോലെ ഒരു സെക്കൻഡിൽ നമുക്ക് കർമ്മനിർവഹണാർത്ഥം ശരീരത്തിൻ്റെ ആധാരം എടുക്കാനും കർമ്മത്തിന് ശേഷം ഒരു സെക്കൻഡിൽ ശരീരത്തിന് ഉപരിയായി അശരീരി സ്ഥിതിയിലേക്കും പോകാൻ സാധിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലേക്ക് വരണം, ഇടയ്ക്കിടയ്ക്ക് അശരീരിയാകും. ആവശ്യമുള്ള സമയത്ത് ഈ ശരീരമാകുന്ന വസ്ത്രത്തെ ധരിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ദേഹത്തിൽ നിന്നും വേറിടാനും സാധിക്കണം. ഈ ഒരു അഭ്യാസമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെയുള്ള അഭ്യാസം ചെയ്ത് അതിൻ്റെ അനുഭവിയാകുന്നതിനെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ദേഹത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഒരു സ്ഥിതി. അതിന് നമ്മൾ നിരന്തരമായ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യം. ആ കർമാതീത സ്ഥിതി എപ്പോൾ നമ്മൾ കരസ്ഥമാക്കുന്നു, അതാണ് അവ്യക്ത ബാപ്ദാദ നമുക്ക് നൽകുന്ന അവ്യക്ത പാലനയ്ക്കുള്ള റിട്ടേൺ. ഓം ശാന്തി.